നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രനടയിലെ 3 വലിയ മരങ്ങൾ ദേവസ്വം മുറിച്ചു മാറ്റിയത് ഭക്തർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. നീർക്കാക്കകളുടെ ശല്യം ഒഴിവാക്കാനായി മരങ്ങൾ മുറിച്ചത് എലിയെ പേടിച്ച് ഇല്ലം ചൂടുന്നതിന് തുല്യമാണെന്ന് ആക്ഷേപമുയരുന്നു. തെക്കേനടയിൽ ആനകളെ തളയ്ക്കുന്ന ഭാഗത്തെ മാവ്, പുളി, അത്തി എന്നീ 3 മരങ്ങളാണ് മുറിച്ചുമാറ്റിയത്. ഈ മരങ്ങളിൽ നീർക്കാക്കകളടക്കം നിരവധി പക്ഷികളാണ് ചേക്കേറിയിരുന്നത്. ഇവയുടെ കാഷ്ഠം ഭക്തർക്ക് ശല്യമാകുന്നതായി പരാതിയുണ്ടായിരുന്നു. പക്ഷിശല്യത്തെ തുടർന്ന് മരങ്ങൾക്ക് താഴെ ആനകളെ തളയ്ക്കാൻ പാപ്പാന്മാർ തയ്യാറായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചതെന്നാണ് ദേവസ്വം പറയുന്നത്. എന്നാൽ ഇത് പരിഹരിക്കേണ്ടതിനു പകരം മരങ്ങൾ മുറിച്ചു മാറ്റിയത് പ്രതിഷേധാർഹമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറി രമേശ് പുത്തൂർ പറഞ്ഞു. തെക്കേ നടയില് നമ്മുടെ കൂവളത്തിന്റെ തൊട്ടടുത്ത് ഒരു 4 മരങ്ങൾ, ഒരു പുളി, ഒരു മാവ്, ഒരു അത്തി, ഇത്രയും സാധനങ്ങൾ അവരൊന്ന് മുറിച്ച് നീക്കണ്ടായി. ഇത് പക്ഷി മൂടുന്ന നീർക്കാക്കകൾ വന്നിരുന്ന് അവിടെ പരിസരം വൃത്തിയാക്കുന്നു എന്നുള്ളതിന്റെ പേരിലാണ് ഇന്ന് അവിടെ ചെയ്തത്. പക്ഷെ ഈ നീർക്കാക്കകളെ ഓടിക്കാൻ പ്രകൃതി ആയിട്ടുള്ള ആൾക്കാരും പ്രകൃതി സംരക്ഷണത്തിന്റെ ആൾക്കാരുണ്ട്. അവരൊക്കെ കൂടിയാലോചിച്ചും ഫോറസ്റ്റിന്റെ ആൾക്കാരായിട്ട് കൂടിയാലോചിച്ചും ആ മരങ്ങൾ മുറിക്കുമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ആ മരം മുറിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറയാച്ചാൽ ആ പക്ഷികളെ അവിടെ നിന്ന് ഓടിക്കേണ്ടത് ശരിയാണ്. ഭക്തജനങ്ങൾക്ക് വളരെ ശല്യമാണ്, അതിന്റെ മണം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ അതിന് പകരം അത് മരം കടയോടെ കൊമ്പും ചില്ലയൊക്കെ വെട്ടിക്കളഞ്ഞ് അത് ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്നാണ് ഞാനൊരു പൊതുപ്രവർത്തകനും ഗുരുവായൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഗുരുവായൂരിലെ സെക്രട്ടറി എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്. വനംവകുപ്പുമായും പരിസ്ഥിതി പ്രവർത്തകരുമായി കൂടിയാലോചിക്കാതെയാണ് മരം മുറിച്ചതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ക്ഷേത്ര വികസനത്തിനായി ഏറ്റെടുത്ത ഈ ഭൂമിയിൽ നിരവധി മരങ്ങളാണ് ഉണ്ടായിരുന്നത്. വിവിധ ഘട്ടങ്ങളിലായി അവ മുറിച്ചു മാറ്റിയതിനാൽ വിരലിൽ എണ്ണാവുന്ന മരങ്ങളാണ് ശേഷിച്ചിരുന്നത്. ഇതിൽ 3 എണ്ണത്തിന്റെ കൂടി കടക്കലാണ് കത്തി വീണത്. കുന്നത്തൂർ ദേവാസുര ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെ യുവാവിന്റെ വിരൽ കടിച്ചു മുറിച്ച കേസിലെ പ്രതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് പുല്ലൂണിയിൽ ബിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുന്നയൂർ വെട്ടിപ്പുഴ സ്വദേശി തറയിൽ സുനിലിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. മുൻവൈരാഗ്യമാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 4:30 സംഭവം. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ബിനീഷ് സമീപിച്ചെങ്കിലും സുനിൽ ഒഴിഞ്ഞുമാറി. ഇതോടെ ബിനീഷ് സുനിലിന്റെ കഴുത്തിൽ കുത്താൻ ശ്രമിക്കുകയും തടയുന്നതിനിടെ ഇടത് കൈയിലെ മോതിരവിരൽ കടിച്ചു മുറിക്കുകയുമായിരുന്നു. വിരലിന്റെ എല്ലിന് പൊട്ടലുണ്ട്. സുനിലിനെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ബിനീഷിനെ കോടതി റിമാൻഡ് ചെയ്തു. ചൊവ്വന്നൂർ സ്വദേശിനിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുതിരപ്പറമ്പത്ത് വീട്ടിൽ 46 വയസ്സുള്ള സുജിതയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണുകിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. കിണറ്റിൽ നിന്നും പുറത്തെടുത്ത് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഗോഡ്സൺ, മുഹമ്മദ് ഷെരീഫ്, മധുപ്രസാദ്, സനൽ എന്നിവർ അടങ്ങിയ സംഘമാണ് മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. കുന്നംകുളത്തെ മുതിർന്ന ഫോട്ടോഗ്രാഫർ ഭീമോന്റെ പിതാവ് കുന്നംകുളം പടിഞ്ഞാറങ്ങാടി പുലിക്കൂട്ടിൽ വീട്ടിൽ ഈയുക്കുട്ടി നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. സില്ലാമണി ഭാര്യയാണ്. ബേണി മകനും സുനിത CCTV സീനിയർ വിഷ്വൽ എഡിറ്റർ പിനു എന്നിവർ മരുമക്കളുമാണ്. നിരവധി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകി 4 പതിറ്റാണ്ടോളം മലയാളിയെ ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത മലയാളത്തിന്റെ നർമ്മ സന്ദേശകൻ, നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് 11 വയസ്സുകാരനായ അലിയസ വരച്ച കാർട്ടൂൺ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. 5 വയസ്സുള്ളപ്പോൾ തന്നെ പ്രമുഖ വ്യക്തികളുടെ കാർട്ടൂണുകൾ വരച്ച ശ്രദ്ധ പിടിച്ചുപറ്റിയ അലിയസ MTയുടെ മരണത്തെ തുടർന്ന് വരച്ച കാരിക്കേച്ചറും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന കാർട്ടൂണുകൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് അവ നോക്കി വരയ്ക്കുന്നതിലൂടെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അലിയസ ഒരു കുട്ടി കാർട്ടൂണിസ്റ്റായി ശ്രദ്ധേയനായത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഗിന്നസ് സത്താർ ആദുരിന്റെയും ഷമീന ബീവിയുടെയും മകനാണ്. സാമൂഹിക ബോധവും കലയും ചേർന്ന തന്റെ ചിത്രങ്ങളിലൂടെ ചെറുപ്പത്തിലെ വലിയ പ്രതീക്ഷകളാണ് അലിയസ കാർട്ടൂൺ മേഖലയിൽ തുറക്കുന്നത്. ക്രിസ്തുമസ് എത്തി, നാടാകെ ആഘോഷ തിമിർപ്പിലാണ്. ക്രിസ്തുമസ് കരോളും റോഡ് ഷോയും സമ്മാന വിതരണവും തുടങ്ങി കളർഫുള്ളായ ആഘോഷാരവങ്ങളുടെ ദിവസങ്ങളാണിനി. വിവിധയിടങ്ങളിൽ നടന്ന ക്രിസ്മസ് കാഴ്ചകളിലെ ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജെബിൻസി ഉദ്ഘാടനം ചെയ്തു. കരുണ ചെയർമാൻ KB സുരേഷ് അധ്യക്ഷത വഹിച്ചു.
SI PS സാബു മുഖ്യാതിഥിയായിരുന്നു. കൗൺസിലർമാരായി ചുമതലയേറ്റ കരുണ കുടുംബാംഗങ്ങളായ PK മഹിജ, ബഷീർ പൂക്കോട് എന്നിവരെ ആദരിച്ചു. കരുണ സെക്രട്ടറി സതീഷ് വാര്യർ, CI ജോർജ്, ഗീത ബാലകൃഷ്ണൻ, ഡാഡി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം അമ്മമാർക്ക് പെൻഷൻ, ക്രിസ്മസ് കേക്ക് എന്നിവ വിതരണം ചെയ്തു. ക്രിസ്മസ് കരോൾ, കലാപരിപാടികൾ, ഗാനമേള, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായി. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കൂനമുച്ചി പൗരാവലിയുടെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കിടപ്പു രോഗികൾക്ക് കേക്ക് വിതരണം ചെയ്തു. പഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രത്തിൽ സാന്ത്വന പരിചരണം നൽകിവരുന്ന രോഗികൾക്കുള്ള കേക്ക് വിതരണത്തിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. കൂനമുച്ചി പൗരാവലി പ്രസിഡന്റ് TV ജോൺസൺ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനു ജോൺസൺ, സഫീറ അസീസ്, മുൻ പഞ്ചായത്ത് അംഗം PK അസീസ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് നഴ്സ് സരള, ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ബിജു, ബിഞ്ചു, ജസ്ന എന്നിവർ പങ്കെടുത്തു. ഓണം, ക്രിസ്മസ്, വിഷു, ഈസ്റ്റർ തുടങ്ങിയ ആഘോഷങ്ങളുടെ ഭാഗമായി കൂനമുച്ചി പൗരസമിതിയുടെ നേതൃത്വത്തിൽ കിടപ്പു രോഗികൾക്ക് പലവ്യഞ്ജന കിറ്റുകൾ, ഓണക്കോടി, ക്രിസ്മസ് കേക്ക് എന്നിവ വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്നുണ്ട്. ചാലിശ്ശേരിയിൽ MPPM യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ ഒരുക്കിയ വലിയ ക്രിസ്മസ് ട്രീ മനോഹര കാഴ്ചയായി. പള്ളിയിലെ മോർ പത്രോസ് പൌലോസ് മെമ്മോറിയൽ യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ 40 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് ദൃശ്യാവിഷ്കാരം കൊണ്ട് ശ്രദ്ധേയമായത്. യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സാബൂസ് കറിയാച്ചൻ, സെക്രട്ടറി സ്റ്റിനോ വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ബൈറ്റ് B ബാബു, ട്രഷറർ എബിൻ C ശലമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ 15ഓളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ജോലി കഴിഞ്ഞ് രാത്രി കഠിനാധ്വാനത്തിലൂടെയാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ ട്രീയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മുകളിൽ നിന്ന് താഴേക്ക് സ്തൂപാകൃതിയിൽ ഇരുമ്പ് പൈപ്പ് ഫ്രെയിമിനു ചുറ്റും 1400ഓളം പച്ച ഗിൽട്ട് മാലകൾ, ഗോൾഡൻ പൂക്കൾ, അത്തിപ്പഴം, ചെറിപ്പഴം എന്നിവയും 1500ഓളം LED ലൈറ്റുകളും അലങ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ സ്ഥാപിച്ച നിയോൺ നക്ഷത്രവും LED ലൈറ്റുകളും രാത്രിയിൽ മനോഹരമായി പ്രകാശിക്കും. ട്രീക്ക് സമീപം ഗിഫ്റ്റ് ബോക്സുകളും ചെറിയ സാന്താക്ലോസുകളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ക്രിസ്മസ് ട്രീക്ക് 60,000 രൂപയാണ് ചിലവായത്. പള്ളിയിൽ നടന്ന നുഹ്റുദോ യെൽദോ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ട്രീയുടെ സ്വിച്ച് ഓൺ കർമ്മം ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ നിർവഹിച്ചു. നിരവധി വിശ്വാസികളാണ് ട്രീ കാണുവാനും ഫോട്ടോയെടുക്കാനുമായി എത്തുന്നത്. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ, വിശ്വാസികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ നുഹ്റുദോ യെൽദോ കരോൾ റോഡ് ഷോ സംഘടിപ്പിച്ചു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുതിരവണ്ടി ഓടിക്കുന്ന സാന്താക്ലോസ്, LED മുത്തുകുടകൾ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ മാലാഖക്കൂട്ടം, ഫ്ളാഷ് മോബ്, ബലൂൺ പിടിച്ച് DJ ലൈറ്റിന്റെ വെളിച്ചത്തിൽ പാപ്പമാർ, പഴയകാലത്തെ വസ്ത്രം അണിഞ്ഞ് വനിതാ സമാജം പ്രവർത്തകരുടെ മാർഗംകളി, 50ഓളം ക്രിസ്മസ് പാപ്പകൾ, 10 അടി ഉയരമുള്ള പൊയ്ക്കാൽ പാപ്പ, LED മാലാഖമാർ, വലിയ സ്മേൽ ഡോളുകൾ, ബാൻഡ് സെറ്റ് തുടങ്ങി കാഴ്ചയുടെ മനോഹാരിത തീർത്തുകൊണ്ടായിരുന്നു റോഡ് ഷോ. പള്ളിയിലെത്തിയതിനു ശേഷം ക്രിസ്മസ് സന്ദേശവും സമ്മാന വിതരണം, സ്നേഹവിരുന്നും ഉണ്ടായി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കൺവീനർ CV ഷാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ടാണശ്ശേരി പഞ്ചായത്ത് സമ്മേളനം നടന്നു. ആളൂർ യുവജന സമാജം വായനശാലയിൽ നടന്ന സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് മേഖലാ പ്രസിഡന്റ് പ്രൊഫസർ ബ്രിനീഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു ഷാജു അധ്യക്ഷയായി. സെക്രട്ടറി സത്യപാലൻ മാസ്റ്റർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, PK രാജൻ മാസ്റ്റർ, MK സോമൻ, മേഖലാ ഭാരവാഹികളായ ലാർസൺ മാസ്റ്റർ, PK മോഹനൻ എന്നിവർ സംസാരിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവൻ വാഗ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗംഗാധരൻ മാസ്റ്റർ, സുനിത ഉണ്ണിമോൻ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ഭാരവാഹികളായ അഡ്വക്കേറ്റ് സിന്ധു ഷാജു പ്രസിഡന്റ്, MR വർഗീസ് വൈസ് പ്രസിഡന്റ്, സത്യപാലൻ മാസ്റ്റർ സെക്രട്ടറി, AK സതീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി എന്നിവരെയും 12 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ലീഡർ K കരുണാകരന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. വിശദാംശങ്ങളിലേക്ക്. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. MS മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, സോണി സക്കറിയ, NK അബ്ദുൾ മജീദ്, ശശിധരൻ കണ്ടമ്പുള്ളി, ബിജു ജോബ്, സലാം ചിറക്കൽ, KK ഇക്ബാൽ, CC സക്കറിയ, ജനാർദ്ദനൻ അദിയാരത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് K കരുണാകരന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി.
ചാവക്കാട് INTUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. INTUC മോട്ടോർ ഫെഡറേഷൻ പ്രസിഡന്റ് RM റൌഫ് അധ്യക്ഷത വഹിച്ചു. INTUC ബ്ലോക്ക് ഭാരവാഹികളായ KK ഹിറൂഷ്, രാജൻ പനക്കൽ, AK മുഹമ്മദ് അലി, RM അബൂബക്കർ, RK ഷാബിർ, മുസ്തഫ മണത്തല, CP കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നമ്മൾ ചാവക്കാട്ടുകാർ ഒരു ആഗോള സൗഹൃദ കൂട്ട് ഒമാൻ ചാപ്റ്ററിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മനോജ് നരിയംപുള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഫൈസൽ വലിയകത്ത്, സെക്രട്ടറി ആഷിഖ് മുഹമ്മദ് കുട്ടി, ട്രഷറർ മനോജ് നരിയംപുള്ളി, ഗ്ലോബൽ കോർഡിനേറ്റർ മുഹമ്മദ് യാസിൻ, രക്ഷാധികാരിയായി മുഹമ്മദ് ഉണ്ണി എന്നിവരെ തെരഞ്ഞെടുത്തു. മറ്റ് കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സെക്രട്ടറി ആഷിഖ് മുഹമ്മദ് ഉട്ടി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മുഹമ്മദ് യാസിൻ കണക്കും അവതരിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,670 രൂപ, പവന് 1,01,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 220 രൂപ. ചരമം മാവേലിക്കരയിൽ താമസിക്കുന്ന പഴഞ്ഞി വാഴപ്പിള്ളി തമ്പി ഭാര്യ ലില്ലി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. ലിതേഷ്, ലിഷ എന്നിവർ മക്കളാണ്. പഴഞ്ഞി ജെറൂസലേം തയ്യിൽ വീട്ടിൽ ശശി നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം മൈനൂർ ശാന്തി തീരത്ത് നടത്തി. രാജൻ, പരമേശ്വരൻ, ശകുന്തള എന്നിവർ സഹോദരങ്ങളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.